നമുക്ക് 2 റൂട്ടിംഗ് അൽഗോരിതമാണ് പഠിക്കാനുള്ളത്. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു നോഡിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് 5 സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പം ഓരോ റൂട്ടറും ചെയ്യേണ്ട 5 സ്റ്റെപ്പ്, ഒരു നെറ്റ്വർക്കിൽ വരുന്ന ഓരോ റൂട്ടറും ചെയ്യേണ്ട 5 സ്റ്റെപ്പാണ്. ഫസ്റ്റ് നൈബേഴ്സിനെ കണ്ടുപിടിക്കുക, അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കുക. സെക്കൻഡ് വരുന്നത് അതിലേക്ക് തൊട്ടടുത്ത നൈബർ റൂട്ടറിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ഡിലേ എന്ന് നമുക്കതിന് പേര് പറയാം. പിന്നെ ഓരോ റൂട്ടറിനും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാക്കറ്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ LSP അല്ലെങ്കിൽ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നൈബേഴ്സിൻ്റെ എല്ലാം ആരുടെ കയ്യിലുണ്ടായിരിക്കണം? ആ നെറ്റ്വർക്കിലുള്ള എല്ലാ റൂട്ടേഴ്സിൻ്റെയും ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ ഓരോ റൂട്ടറിൻ്റെ കയ്യിലും ഉണ്ടായിരിക്കണം. പിന്നെ പാക്കറ്റ്സ് ഈ LSP പാക്കറ്റ് എല്ലാ റൂട്ടറിലേക്കും സെൻഡ് ചെയ്യുക, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. ഇതാണ് ഉദ്ദേശം. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് വരുന്നത് ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്, OSPF എന്നും ഈ ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോളിന് ആ പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നൈബേഴ്സിനെ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ലേൺ നൈബേഴ്സ്? ഒരു റൂട്ടറിൻ്റെ തൊട്ടടുത്ത് വരുന്ന നൈബേഴ്സ് ആരൊക്കെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാക്കറ്റ്, ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഈ ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത റൂട്ടേഴ്സിൽ അത് എത്തുമ്പം അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഡിലേയും കാര്യങ്ങളും വെച്ചിട്ട് അതാണ് നൈബേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. നൈബേഴ്സിലേക്ക് എത്തുന്ന സമയത്ത് തൊട്ട് മുന്നിലുള്ള റൂട്ടറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, അതർ എൻഡിലുള്ള റൂട്ടറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹലോ പാക്കറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസീവർ റൂട്ടർ എന്ത് ചെയ്യും? അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള നെറ്റ്വർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആർക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കും? ഈ സെൻഡർ റൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സെൻഡർ റൂട്ടറിന് അതിൻ്റെ നൈബേഴ്സ് ആരൊക്കെയെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത്, ഇപ്പോൾ നൈബേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ഈ നൈബേഴ്സിലേക്ക് എത്താനുള്ള കോസ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അത് ഏത് മെട്രിക്സും ആയിരിക്കാം, ഡിലേ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ, അതിന് നമ്മൾ പറയുന്നതാണ് കോസ്റ്റ്. അപ്പം ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഈ എക്കോ പാക്കറ്റ് സെൻഡർ റിസീവറിലേക്ക്, നൈബേഴ്സിലേക്ക് അയക്കുന്ന സമയത്ത് അത് അതേപോലെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൻ്റെ ഡിലേ, എത്രമാത്രം ഡിലേ എടുത്തു ഈ പാക്കറ്റ് അവിടെ പോയി തിരിച്ചു വരാൻ. അത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂട്ടറിൽ നിന്ന് അടുത്ത റൂട്ടറിലേക്ക് എത്താൻ. അപ്പോൾ ഈ എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് എത്ര ഡിലേ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെൻഡർ ടു റിസീവറിലേക്കുള്ള നൈബറിലേക്കുള്ള ഡിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഹലോ പാക്കറ്റ് വെച്ച് നൈബേഴ്സിനെ കണ്ടുപിടിച്ചു. ഒരു ഹലോ പാക്കറ്റ് നൈബേഴ്സിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അത് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നൈബേഴ്സ്. ആ നൈബേഴ്സ് എന്ത് ചെയ്യും? തിരിച്ചതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് എല്ലാം ഈ ഹലോ പാക്കറ്റ് അയച്ച റൂട്ടേഴ്സിലേക്ക് തിരിച്ചയച്ചു കൊടുക്കും. നൈബേഴ്സിനെ കണ്ടുപിടിച്ചു. ഇനി ആ നൈബേഴ്സിലേക്ക് എത്താനുള്ള കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്തു. ആ എക്കോ പാക്കറ്റ് സെൻഡർ റിസീവറിലേക്ക് അയച്ച് ആ റൂട്ടറിലെത്തി തിരിച്ച് വരാനെടുക്കുന്ന ഡിലേ, ആ ടൈമിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും? ആ ഡിലേ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത്, ഓരോ റൂട്ടറിനും ഒരു ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ഉണ്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്താണ് ഈ പാക്കറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എത്ര റൂട്ടേഴ്സ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര റൂട്ടേഴ്സ് ഉള്ളത്? A, B, C, D, E, F ഇത്രയും റൂട്ടേഴ്സാണ് ഉള്ളത്. ഈ റൂട്ടേഴ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ LSP പാക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ A എന്ന് പറയുന്ന റൂട്ടറിൻ്റെ LSP പാക്കറ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ആ റൂട്ടർ നെയിം,
അതിനൊരു സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കും, ഒരു ഏജ് നമ്പർ ഉണ്ടായിരിക്കും. അതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് എയുടെ നൈബേഴ്സ്. അപ്പോൾ എന്ന് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് ആരൊക്കെയാണ്? അപ്പോൾ ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് ബിയിലേക്കും ഇയിലേക്കും. അതാണ് അതിൻ്റെ നൈബേഴ്സായിട്ട് ഇനീഷ്യൽ LSP പാക്കറ്റിൽ വരിക. ഈ LSP പാക്കറ്റ് പീരിയോഡിക്കലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനീഷ്യൽ LSP പാക്കറ്റാണ് ഈ പറയുന്നത്. ഇനീഷ്യലി ബിയും ഇയും ആയിരിക്കും അതിൻ്റെ നൈബേഴ്സ് പാക്കറ്റായിട്ട് വരുന്നത്. അതിൻ്റെ എയിൽ നിന്ന് ബിയിലേക്ക് എത്താനുള്ള കോസ്റ്റാണ് 4. ആ 4 ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എയിൽ നിന്ന് ഇയിലേക്ക് എത്താനുള്ള കോസ്റ്റാണ് 5. ആ 5 ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ബി പാക്കറ്റാണ്. ബിയുടെ LSP പാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് നമ്പർ, അതിൻ്റെ ഏജ്, അതിനുശേഷം നൈബേഴ്സ് വരുന്നത് ACF, അതിൻ്റെ കോസ്റ്റും എത്രയാണെന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ CDEF ഓരോ റൂട്ടേഴ്സിനും ഓരോ LSP പാക്കറ്റ് ബിൽഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് ഈ LSP പാക്കറ്റിനെ ഫ്ലഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? LSP പാക്കറ്റിനെ എന്ത് ചെയ്യണം? ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും EF ഇയിലേക്ക് എല്ലാ റൂട്ടേഴ്സിലേക്കും, ആ നെറ്റ്വർക്കിൽ ഏതൊക്കെ റൂട്ടേഴ്സ് ഉണ്ടോ ആ റൂട്ടേഴ്സിലെല്ലാം എയുടെ LSP പാക്കറ്റ് എത്തിക്കണം. ബി എന്ത് ചെയ്യണം? ബിയുടെ LSP പാക്കറ്റ് ബാക്കിയുള്ള എല്ലാ റൂട്ടേഴ്സിലേക്കും എത്തിക്കണം. സി എന്ത് ചെയ്യണം? സിയുടെ LSP പാക്കറ്റ് ബാക്കി. ഇതിനാണ് നമ്മൾ ഫ്ലഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത് ഈ LSP പാക്കറ്റിന് ഓരോ പ്രാവശ്യം നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴും അതിനൊരു സീക്വൻസ് നമ്പർ ഞാൻ പറഞ്ഞു അല്ലേ, ആ സീക്വൻസ് നമ്പർ ഓരോ ടൈംസ് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇനീഷ്യൽ LSP പാക്കറ്റ് ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവറിൽ എത്തുമ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ LSP പാക്കറ്റ് ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യം എത്തുമ്പോൾ വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 64 ബിറ്റ് നമ്പർ ആയിരിക്കും ഈ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഒരു റൂട്ടറിൽ, ഇപ്പോൾ ബി എന്ന് പറഞ്ഞ റൂട്ടറിൽ റൂട്ടറിൻ്റെ LSP പാക്കറ്റ് എത്തിയെന്ന് വിചാരിക്കാം. ഇനീഷ്യൽ LSP പാക്കറ്റ്, അതിനൊരു സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പീരിയോഡിക്കലി ഇത് LSP പാക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും അതിൻ്റെ LSP പാക്കറ്റ് അപ്ഡേറ്റ് ചെയ്തു, വീണ്ടും ഫ്ലഡ് ചെയ്തു. അപ്പോൾ ബിയിലേക്ക് വീണ്ടും എത്തും അല്ലേ? അപ്പോൾ വീണ്ടും ആ LSP പാക്കറ്റ് എത്തുന്ന സമയത്ത് ബി എന്ത് ചെക്ക് ചെയ്യും? ഈ സീക്വൻസ് നമ്പർ ചെക്ക് ചെയ്യും. ഈ സീക്വൻസ് നമ്പർ ഇപ്പം കയ്യിലുള്ള നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ ഇപ്പം വന്നിട്ടുള്ള LSP പാക്കറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും ലെസ്സർ സീക്വൻസ് നമ്പറാണ് റിസീവ് ചെയ്തതെങ്കിൽ നമുക്കതിനെ ഡിസ്കാർഡ് ചെയ്യാം. കാരണം എന്തോ കാരണം കൊണ്ട് മുന്നേ എപ്പോഴോ അയച്ചത് എത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ആവശ്യമില്ല നമുക്ക്. അപ്പോൾ സീക്വൻസ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിലാണ് അത് റീസെൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LSP പാക്കറ്റ്, അത് മാത്രമേ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ ഓരോ റൂട്ടേഴ്സും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ Y എന്ന് പറഞ്ഞൊരു റൂട്ടറിന്ന് X എന്ന് പറഞ്ഞ റൂട്ടറിലേക്ക് അതിൻ്റെ LSP പാക്കറ്റ് അയച്ചു എന്ന് വിചാരിക്കുക. എങ്ങനെ ഫ്ലഡ് ചെയ്യുക? X എന്ത് ചെയ്യും? എയിലേക്കും സിയിലേക്കും അയക്കും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. എയും സിയും എന്ത് ചെയ്യും? അതിൻ്റെ നൈബേഴ്സിലേക്ക് ബിയിലേക്ക് അയക്കും. ബി എന്ത് ചെയ്യും? അതിൻ്റെ നൈബറായിട്ടുള്ള ഡിയിലേക്ക് അയക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ X എയിലേക്കും സിയിലേക്കും അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ നൈബേഴ്സിലേക്ക് അയക്കണം. ഇപ്പോൾ ബിയിലേക്ക് അയച്ചു, അതിൻ്റെ നൈബർ തന്നെയാണ് Xഉം, പക്ഷേ Xലേക്ക് തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. X എന്നാണ് ആ പാക്കറ്റ് വന്നിട്ടുള്ളത്, അപ്പോൾ Xലേക്ക് തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബി നൈബറിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഡിയിലേക്ക് അയക്കുമ്പോൾ എയും സിയും അതിൻ്റെ നൈബറാണ്, പക്ഷേ അവിടെ നിന്നാണ് ആ പാക്കറ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് എല്ലാ റൂട്ടറിലേക്കും നമ്മൾ LSP പാക്കറ്റിനെ ഫ്ലഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ. ഇനി അടുത്തത് LSP പാക്കറ്റിൽ ഒരു ഏജ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരുന്നുണ്ട്. എന്തിനാണ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തൊക്കെയോ ഡിലേ കാരണം ഒരു LSP പാക്കറ്റ് ആ
അയച്ചിട്ടുള്ള നെറ്റ്വർക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പീരിയോഡിക്കലി ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം സെൻഡ് ചെയ്യുമ്പോഴും ഈ നെറ്റ്വർക്ക് റഷ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. ഓരോ റൂട്ടറിൻ്റെ LSP പാക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അയച്ചതിന് ഒരു ടൈം ടു ഡെലിവർ ഒരു ഏജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓരോ റൂട്ടറിലേക്ക് അയക്കുമ്പോഴും ഈ ഏജ് നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്യും. എപ്പോഴാണോ ഈ ഏജ് 0-ലെത്തുന്നത് അപ്പോൾ ആ LSP പാക്കറ്റിനെ ആ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അതാണ് ഉദ്ദേശം. അപ്പം ഈ ഫ്ലഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ LSP പാക്കറ്റ് ഇങ്ങനെ വെറുതെ നെറ്റ്വർക്കിൽ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഓൾഡ് പാക്കറ്റ്സ് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏജ് കൊടുക്കുന്നത്. ഏജ് ഓരോ പ്രാവശ്യം നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്യും. എപ്പോഴാണോ 0-ൽ റീച്ച് ചെയ്യുന്നത് ആ സമയം ആ LSP പാക്കറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യും ആ നെറ്റ്വർക്കിൽ നിന്ന്. അതാണ് ഏജിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ LSP പാക്കറ്റ് എല്ലാം ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിലെ എല്ലാ റൂട്ടേഴ്സിനും എന്തറിയാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ റൂട്ടേഴ്സിൻ്റെയും LSP പാക്കറ്റ് അറിയാൻ പറ്റും. ബിക്ക് ബാക്കിയുള്ള എല്ലാ റൂട്ടേഴ്സിൻ്റെയും LSP പാക്കറ്റ് അറിയാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം, ബിയിൽ നിന്ന് എനിക്ക് ഡിയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് എനിക്ക് ഈ LSP പാക്കറ്റ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡിജിക്സ്ട്രാസ് അൽഗോരിതം. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് DS-ൽ, സെയിം കാര്യം തന്നെയാണ് വരുന്നത്. ഈ ഡിജിക്സ്ട്രാസ് അൽഗോരിതത്തിൻ്റെ ഒരു സാമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിജിക്സ്ട്രാസ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. 2 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാക്കറ്റ്സ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ടെൻഡേറ്റീവും കൺഫേംഡ് ലിസ്റ്റും. പിന്നെ ഇതിന് നമ്മൾ എൻട്രീസ്, ഈ ഓരോ ലിസ്റ്റിലേക്കുള്ള എൻട്രീസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ റൂട്ടറിൻ്റെ നെയിം, അതിലേക്ക് എത്താനുള്ള കോസ്റ്റ്, ഏത് റൂട്ട് ത്രൂ ആണ് നമ്മൾ എത്തേണ്ടത്, നെക്സ്റ്റ് ഹോപ്പ്. ഇപ്പോൾ A4B എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എങ്കിൽ എയിലേക്കാണ് എനിക്ക് എത്തേണ്ടത്, ബി കൂടെയാണ് എനിക്ക് പോവേണ്ടത്, B കൂടെയാണ് എനിക്ക് പോവേണ്ടത്, 4 ആണ് അതിലേക്ക് എത്താനുള്ള കോസ്റ്റ്. അതാണ് മീനിങ്. അപ്പോൾ ഇത് ഈ അൽഗോരിതം ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത് ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കാണിച്ചിട്ടുള്ളത് A എന്ന് പറഞ്ഞൊരു റൂട്ടർ ഉണ്ട്, BCD ഇതാണ് നെറ്റ്വർക്ക്സ് വരുന്നത്. A to B 5 ആണ് കോസ്റ്റ്, B to C 3 ആണ് കോസ്റ്റ്, A to C 10 ആണ് കോസ്റ്റ്, B to D 11 ആണ് കോസ്റ്റ്, D to C 2 ആണ് കോസ്റ്റ്. അത് മനസ്സിലാക്കി വയ്ക്കാം. അതിന് ശേഷം ഈ കോസ്റ്റ് എടുക്കുന്നതിൽ വ്യത്യാസം വരരുത് കേട്ടോ. മാറി ചിന്തിച്ചാൽ എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു കൺഫേംഡ് ലിസ്റ്റും വേണം, ഒരു ടെൻഡേറ്റീവ് ലിസ്റ്റും വേണം അല്ലേ. അപ്പോൾ അതിൽ കൺഫേംഡ് ലിസ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റൂട്ട് ടേബിൾ ഫോർ നോഡ് D എന്ന് വെച്ചാൽ നോഡ് Dയിലേക്ക് എത്താനുള്ള റൂട്ട് ടേബിളാണ് ഞാൻ മേക്ക് ചെയ്യുന്നത്. ഡിയിലേക്ക് ഉള്ള റൂട്ട് ടേബിൾ അതായിരുന്നു നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. D റൂട്ടറിലേക്ക് എത്താനുള്ള മിനിമം കോസ്റ്റ്, അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ഡിയുടെ റൂട്ടിംഗ് ടേബിളാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ നമ്മൾ കൺഫേം ലിസ്റ്റിൽ ഫസ്റ്റ് എഴുതേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താ, D ആണ്. D to D എത്താൻ എടുക്കുന്ന സമയം എന്താ, 0 ആണ്. നെക്സ്റ്റ് ഹോപ്പ് D തന്നെ ആയതുകൊണ്ട് ഞാൻ നില്ലെന്ന് കൊടുക്കുകയാണ്. ടെൻഡേറ്റീവ് ലിസ്റ്റിൽ ഒന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് ഡിയുടെ LSP പാക്കറ്റ്സ് ചെക്ക് ചെയ്യാം. ഡിയുടെ LSP പാക്കറ്റ്സ് ചെക്ക് ചെയ്യാം. ഡിയുടെ LSP പാക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയായിരുന്നു അതിൻ്റെ നൈബേഴ്സായിട്ട് വരുന്നത്, D to Bയും D to Cയും ആണ് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് D to C 2ഉം D to B 11ഉം ആണ് കോസ്റ്റ് വരുന്നത് അല്ലേ. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻഡേറ്റീവ് ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെടുത്തേണ്ടത്, D to B 11 ആണ് കോസ്റ്റ്, D to C
2 ആണ് കോസ്റ്റ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ബിയും നെക്സ്റ്റ് ഹോപ്പ് ബി വരാൻ എന്താ കാരണം? ഡിന്ന് ഡയറക്റ്റ് കണക്ഷൻ ബിയിലേക്കുണ്ട്. എനിക്ക് വേറെ ഒരു റൂട്ടറിലേക്കും പോകേണ്ട ആവശ്യമില്ല ബിയിലേക്ക് എത്താൻ. അപ്പോൾ ആ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, 11 ആണ് അതിൻ്റെ കോസ്റ്റ്. അതാണ് മീനിങ്. ഡി ടു ബി എത്താൻ എനിക്ക് 11 ആണ് കോസ്റ്റ്. പിന്നെ അടുത്തത് വരുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ടെൻറ്റേറ്റീവ് ലിസ്റ്റിലുള്ള ആൾക്കാരിൽ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? ബിയും സിയും ആണുള്ളത്. ഇതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഉള്ളതിനെ ഞാൻ കൺഫേം ലിസ്റ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ 2നെ ഞാൻ കൺഫേം ലിസ്റ്റിലേക്ക് കൊടുത്തു. C2Cനെ ഞാനിപ്പോൾ കൺഫേം ലിസ്റ്റിലേക്ക് കൊടുത്തു. ഇനി ഞാൻ ചെയ്യേണ്ടത് സിയുടെ LSP പാക്കറ്റ് നോക്കാം. സിയുടെ LSP പാക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരൊക്കെയാണ് വരിക? സിയുടെ LSP പാക്കറ്റ് C2B ഉണ്ട്, C2A ഉണ്ട്. അപ്പോൾ C2B വരുന്നത് 3 ആണ് കോസ്റ്റ്, C2A വരുന്നത് 10 ആണ് കോസ്റ്റ്. അപ്പോൾ അതിനെങ്ങനെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്? ടെൻറ്റേറ്റീവ് ലിസ്റ്റ് നോക്കുക. C2Bയും C2Aയും കോസ്റ്റ്. C2Aൻ്റെ നമുക്ക് ആദ്യം എഴുതാം. C2Aൻ്റെ എങ്ങനെ വരുന്നത്? C2A 12 ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് D2C C2A എങ്ങനത്തെയൊക്കെയാണ് വരുന്നത്? D2C 2ഉം C2A 10ഉം. അപ്പോൾ കോസ്റ്റ് വരുന്നത് 12, എൻ്റെ ഡെസ്റ്റിനേഷൻ വരുന്നത് A, കോസ്റ്റ് വരുന്നത് 12. അപ്പോൾ ഡിന്ന് നെക്സ്റ്റ് ഹോപ്പ് ഏതാ? സി. ഇങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറയാം. ഇപ്പം ഞാൻ സിയുടെ LSP പാക്കറ്റ് നോക്കി. സിയുടെ സി ഇതായിരുന്നു റൂട്ടർ. അതിൻ്റെ LSP പാക്കറ്റിൽ ആരൊക്കെ വരും? ബിയും വരും, നേരെയുള്ള നൈബേഴ്സ് എയും വരും അല്ലേ? അപ്പോൾ C2Aയിലേക്ക് പോകാനുള്ള കോസ്റ്റ് 10 ആണ്. C2Bയിലേക്ക് പോകാനുള്ള കോസ്റ്റ് എത്രയായിരുന്നു? 3 ആയിരുന്നു. അപ്പോൾ എനിക്ക് പോവേണ്ടത് ഡിയുടെ റൂട്ടിംഗ് ടേബിളാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ D2C ത്രൂ എനിക്ക് ആരൊക്കെ എത്താം എന്നാണ് ഞാൻ നോക്കിയത്. ഡിന്ന് സിയിലേക്ക് ആദ്യം പോയി. കൺഫേം ലിസ്റ്റിൽ സി ഉണ്ട്. ഇപ്പോൾ ഇനി സിന്ന് കൺഫേം ലിസ്റ്റ് എ ആണോ ബി ആണോ വരേണ്ടതെന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് D2C C2A എടുക്കുമ്പോൾ എനിക്ക് എത്ര കോസ്റ്റ് വരും? 2 + 10 12 വരും. D2C C2B വരുമ്പോൾ കോസ്റ്റ് എത്രയാണ് വരിക? 5 ആണ് വരിക. അപ്പോൾ ഏതാ ചെറിയ കോസ്റ്റ് വരുന്നത്? 5 അല്ലേ? അപ്പോൾ D2C C2Bയിലേക്ക് പോകാനാണ് എനിക്ക് ഷോർട്ടസ്റ്റ് പാത്ത്. D2C C2A പോകുമ്പോൾ എനിക്ക് എന്ത് വരും? 12 വരും. കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഏതാ എടുക്കേണ്ടത്? കൺഫേം ലിസ്റ്റിലേക്ക് ഞാൻ കൊടുക്കേണ്ടത് B5C എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡിന്ന് സിയിലേക്ക് പോയി, സിന്ന് ബിയിലേക്ക് പോവാം. അതിനെ ഞാൻ കൺഫേം ലിസ്റ്റിലേക്ക് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് എയിലേക്ക് എത്തേണ്ട കാര്യമാണ്. അപ്പോൾ എയിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ബി ആണ് ഞാൻ കൺഫേം ചെയ്തത്. ബിയുടെ LSP പാക്കറ്റ്സ് നോക്കാം. അപ്പം ബിയുടെ LSP പാക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ കിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ബിയുടെ LSP പാക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എയിലേക്കുള്ള കോസ്റ്റും കിട്ടും, C11 ഇത്രയും കോസ്റ്റുകളാണ് കിട്ടുക. നമുക്ക് എന്താ ആവശ്യം? ഡിയുടെ റൂട്ടിംഗ് ടേബിൾ D2A എത്താൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. D2B 11 + B25 16 ആണ് വരിക. പിന്നെ വരുന്നത് D2C 2 C2D 12 നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. D2C 2 C2B 3 അപ്പോൾ 5 ആയി. B2A 5 അപ്പോൾ ടോട്ടൽ 10 അല്ലേ? D2C ഞാൻ പോയി 2, C2B പോയി 3, B2A പോയി 5 അപ്പോൾ ടോട്ടൽ 10. അപ്പം എനിക്ക് എന്ത് പറ്റി ഇവിടെ?
മിനിമം കോസ്റ്റ് വരുന്നത് നേരത്തെ നമുക്ക് 12 ആയിരുന്നു. 12-നേക്കാൾ ചെറിയൊരു കോസ്റ്റ് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 10 എന്ന് എഴുതാം. A to 10, C എന്ന് എഴുതാം. മീനിങ് എന്താ, എ ആണ് ഡെസ്റ്റിനേഷൻ. എയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബി ത്രൂ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, D to C പോവാം, C to B പോവാം, B to A പോവാം. അപ്പോൾ എനിക്ക് മിനിമം കോസ്റ്റിൽ എത്താൻ കഴിയും. അതാണ് ഉദ്ദേശം. അപ്പോൾ ആ മിനിമം കോസ്റ്റിനെ ഞാൻ കൺഫേം ലിസ്റ്റിലേക്ക് കൊടുത്തു. ഇതാണ് എന്ത് വരുന്നത്, ഡിയുടെ റൂട്ടിംഗ് ടേബിൾ വരുന്നത്. അപ്പോൾ ഇതിനൊരു ടേബിളാക്കി എഴുതാം. അതാണ് ഫൈനൽ ആൻസർ.